ഈ വലിയ വണ്ടികൾ ഓടിക്കാൻ ചെറിയ വണ്ടികൾ പോലെ തോന്നുന്നുണ്ടോ കാരണം അറിയോ? അതിന് ഈ കൺട്രോൾസിൻ്റെ ലൈറ്റ്നസ് ആണ്. ഒന്ന് ക്ലച്ച്, പിന്നെ ഈ സ്റ്റിയറിങ്, പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു സുഖം. പിന്നെ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം വലിയ വണ്ടിയാണ്, നമ്മൾ നീളം നോക്കിയിട്ട് വേണം ഇത് തിരിക്കാനും വളയ്ക്കാനൊക്കെ, അല്ലെങ്കിൽ പണി കിട്ടും പറഞ്ഞാൽ അപ്പുറത്തെ വണ്ടി ചാരി കൊണ്ട് വരും, അത്രേ ഉള്ളൂ. ഒരു വലിയ വണ്ടി ഓടിക്കുമ്പോഴുള്ള എല്ലാ എഫേർട്ടില്ലായ്മ ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. കലോട്ടെ കാല് കൊടുത്തുകൊണ്ട് വലിയ കഥയൊന്നുമില്ല, 80 കിലോമീറ്റർ ലിമിറ്റാണ്. പക്ഷേ ആ 80 വേഗം എത്തുന്നുണ്ട്. ഇതിനൊരു ഈക്കോ മോഡലാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പവർ മോഡാകട്ടെ, അപ്പോൾ ഒന്നും കൂടി കുതിച്ചു. അയ്യോ വണ്ടി ട്രാൻസ്ഫോം ആയി. 2 മോഡുണ്ട്. ഇതിപ്പോൾ ഇന്നോവയുടെ മോഡ് മാറണ പോലെ, ഇന്നോവയുടെ മോഡ് മാറ്റുമ്പോൾ ഇന്നോവ കുതിക്കും. ആ ഒരു കുതിപ്പ് ഈ ഒരു വണ്ടിക്കുണ്ട്. അതായത് മോഡ് മാറുമ്പോൾ അറിയുന്ന വണ്ടിയാണ് ട്രാവലറിൻ്റെ ഈ ഒരു മോഡൽ. അല്ലെങ്കിൽ ട്രാവലറൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈക്കോ മോഡിലിട്ട മൈലേജ്, പവർ മോഡിലിട്ട പവർ എന്ന് പറയില്ലേ, ഇതിപ്പോൾ പവർ മോഡാണ്. പവർ മോഡിൽ വണ്ടി കാലം കൊടുത്താൽ കുതിക്കുന്നുണ്ട്. നൈസ്. അപ്പോൾ പറഞ്ഞു വന്നത് വളരെ സിമ്പിളാണ്. ഒരു വാല്യൂ ഫോർ മണി പ്രപ്പോസലിലേക്ക് 25 സീറ്ററിൻ്റെ ഒരു മോഡൽ കൊണ്ടുവരാനുള്ളതാണ് ഫോഴ്സുകാർ ചെയ്തേക്കുന്നത്. ചില ആളുകളെങ്കിലും ഇത് വാങ്ങിയിട്ട് 19 സീറ്റ് ടാക്സൊക്കെ അടച്ചിട്ട് 20 സീറ്റ് വെക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഗുണമില്ല, കാരണം ചെക്ക് പോസ്റ്റ് കിടക്കുമ്പോൾ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഗുണമില്ല. എന്തായാലും ഇപ്പോൾ ശബരിമല ട്രിപ്പൊക്കെ ഇടുന്ന വണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികൾക്ക് ഈ 19 സീറ്റ് ഫില്ലായിട്ടിരുന്നാലും ബാക്കിൽ ഇഷ്ടംപോലെ ലഗേജ് വെക്കാനുള്ള സ്ഥലമുണ്ട്. ലഗേജ് സ്പേസ് ഇഷ്ടംപോലെ ഉള്ളൊരു വണ്ടിയാണ്. സ്ഥലമുണ്ട്, നിൽക്കാം. സാധാ ട്രാവലർ 1 2 ആണ്, ഇത് 2 സീറ്റാണ്. അപ്പോൾ ഇടയിൽ കൂടെ നടക്കാൻ സ്ഥലമുണ്ട്, നിൽക്കാൻ സ്ഥലമുണ്ട്. ഇതൊരു സ്പേസ് ഷിപ്പാണ്. എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലമുള്ളൊരു കപ്പൽ.